നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ സ്പിരിച്വൽ ജേണിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ, അതിനെപ്പറ്റി കൂടുതലായി ആഴത്തിൽ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ കോമൺലി നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മിററിങ് സോള്, മിറർ എക്സസൈസ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ എന്താണ് ഈ മിററിങ്? ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ മിററിങ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊന്ന് ഒരു ക്ലാരിറ്റി തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പലരും ഈ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വരുന്നത് നമ്മുടെ ലൈഫിൽ, ഇപ്പോൾ മെജോറിറ്റി എന്നല്ല, മിക്കവാറും എല്ലാവരിലും ഓരോ പ്രശ്നങ്ങൾ, അതായത് നമുക്ക് ഓവർകം ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അത് റിലേഷൻഷിപ്പ് ആവാം, സാമ്പത്തികമാവാം, നമ്മുടെ ജോലിയാവാം, നമുക്ക് ചുറ്റിലുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പ്രതികൂലമായിട്ട് വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു? ഈ ഒരു കാര്യത്തിന് നമുക്കൊരു ഉത്തരം വേണം. എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഒരുപാട് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും, ഈവൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പഠിക്കാൻ പോവുക. അതൊക്കെ ചെയ്തിട്ടും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നില്ല. വൈ? സോ ഇത് അന്വേഷിച്ചുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, ഈ ഒരു കാര്യം അന്വേഷിച്ച് നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ തപ്പാനിറങ്ങും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നിൽ പോപ്പപ്പായിട്ട് വരുന്ന വീഡിയോസ്, ഒന്ന് പല സോൾസിനെ പറ്റിയിട്ട്, കാർമിക് കണക്ഷനെ പറ്റിയിട്ട്, ട്വിൻ കണക്ഷനെ പറ്റിയിട്ട്, സോൾ കോൺട്രാക്റ്റിനെ പറ്റിയിട്ട്, അതുപോലെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ടാരോട്ട് കാർഡ് റീഡിങ്സ്, ഇങ്ങനെ നമ്മൾ ഏത് കാര്യമാണോ സെർച്ച് ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ മുമ്പിൽ പോപ്പപ്പായിട്ട് വരും. ഇവിടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ബിക്കോസ് ഒരു യൂട്യൂബർ എന്ന നിലയിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, അവരുടെ ചാനലിലേക്ക്, അവരുടെ വീഡിയോസിലേക്ക് അട്രാക്ഷൻ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ഈ റീഡിങ് നിങ്ങൾക്ക് മുമ്പിൽ വരികയാണെങ്കിൽ ഇത് നിങ്ങളെ ഉദ്ദേശിച്ചാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് മുമ്പിൽ വരും. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടാരോട്ട് കാർഡ് റീഡിങ് പോപ്പപ്പായിട്ട് വരാം. ഇനി അതല്ല, ഇപ്പം ടാരോട്ട് കാർഡ് റീഡിങ് അല്ലാണ്ട് അതല്ലാണ്ടുള്ള ഒരുപാട് സ്പിരിച്വൽ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പലരും ഈ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 75% അങ്ങനെ തന്നെ പറയണം, 75% കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇവരെല്ലാം അങ്ങ് ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്. ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് അവർ. അതിൻ്റെ കാരണവും ഈ വീഡിയോസ് തന്നെയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അതായത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക. സോ ഇതിങ്ങനെയാണ് എന്ന് അങ്ങ് ഉറപ്പിക്കുക, ഇതാണ്. കാരണം ഇതിനെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വരിക. അതിനുള്ള സാഹചര്യങ്ങൾ പറയും. പലരും അവരുടെ ജേണിയെ പറ്റി പറയുന്ന സമയത്ത് ഇതെല്ലാം എൻ്റെ ലൈഫിലുണ്ടല്ലോ, അപ്പം ഞാനും ഇങ്ങനെയാണ് എന്നങ്ങ് തെറ്റിദ്ധരിക്കും. സോ ഇത്തരം വീഡിയോസിൽ എപ്പോഴും എടുത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്നർ വർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്നർ വർക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ, പലതരം മെഡിറ്റേഷൻസ്, ആ ജേണിയെ പറ്റിയുള്ള അതിൻ്റെ സ്റ്റേജസ്, ആ ജേണിയിൽ നമുക്കുണ്ടാകുന്ന കാർമിക്സിനെ പറ്റിയിട്ട്, പല സോൾ കണക്ഷൻസിനെ പറ്റിയിട്ട്, സോൾ കോൺട്രാക്റ്റിനെ പറ്റിയിട്ട്, പല ഹീലിംഗ് ടെക്നിക്സിനെ പറ്റിയിട്ട്, അവിടെയും നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മിററിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ
ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതായത് ഇത് ഇങ്ങനെയൊരു കണക്ഷൻ ആണെങ്കിൽ, അതായത് ട്വിൻ കണക്ഷൻ ആണെങ്കിലാണ് അവർ നിങ്ങളെ മിറർ ചെയ്യുക എന്ന്. ഇങ്ങനെ ആരെയും വിഷമിപ്പിക്കാനോ ആരെയും മോശമായിട്ട് ചിത്രീകരിക്കുന്നതോ അല്ല. ഓരോരാളും അവരവരുടെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുക. അതൊരിക്കലൊരു തെറ്റല്ല. അവരാ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നതും ഒരു സോൾ പർപ്പസാണ്. ഈശ്വരൻ അവരിൽ നിക്ഷിപ്തമാക്കിയൊരു കാര്യമാണത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, പലപ്പോഴും നമ്മൾ ഈ ട്വിൻ കണക്ഷനിലായിരിക്കണം എന്നില്ല. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഒരുപാട് പേരുണ്ട് അങ്ങനെ. രണ്ടാമത്തെ കാര്യം, ട്വിൻസ് മാത്രമല്ല നമ്മളെ മിറർ ചെയ്യുക എന്നും കൂടെ മനസ്സിലാക്കണം. ഇനി എന്താണ് മിററിംഗ് എന്ന് പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്കതിന് ക്ലാരിറ്റി കിട്ടും. എന്താണ് മിററിംഗ് എന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവുന്ന പൊതു സ്വഭാവങ്ങളുണ്ട്. എന്താ ഈ പൊതു സ്വഭാവങ്ങൾ? നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇതിൽ നമുക്ക് നെഗറ്റീവിനെയാണ് എടുത്തു പറയേണ്ടത്. അതാണ് നമുക്ക് ഹീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യേണ്ടത്. അനാവശ്യമായ ദേഷ്യം, പിടിവാശി, കള്ളം പറയുക, മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞ് നടക്കുക, പരദൂഷണം പറയുക, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, പിന്നെ അക്ഷമ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വെറുപ്പ്, കുറ്റബോധം. പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മളൊരാളെ ഹേർട്ട് ചെയ്യുക, സംസാരിച്ചുകൊണ്ട് ഹേർട്ട് ചെയ്യുക. പ്രവൃത്തിയേക്കാൾ കൂടുതൽ നമ്മളെ സങ്കടത്തിലാഴ്ത്തുന്നത് പലരുടെയും വാക്കുകളാണ്. സോ ഹേർട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അസൂയ, അതൊക്കെ എല്ലാവരിലും ഉള്ളതാണ്. ഈഗോ. പക്ഷേ ഇത് എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്തായാലും ചെറിയ രീതിയിലെങ്കിലും നമ്മളിലുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് നിനക്ക് ഭയങ്കര ഈഗോ എന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിച്ചു തരത്തില്ല. നമുക്ക് ഈഗോ ഉണ്ടെന്ന്, എനിക്ക് ഈഗോ ഇല്ല എന്ന് പറയും. അസൂയ ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരില്ല. കള്ളം പറയുന്ന ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരില്ല. ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഹേർട്ട് ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷേ അത് പറയേണ്ട ആളാരാണ്? ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിലുണ്ട്, ഒരുപാട് ക്യാരക്ടർ നമ്മളിലുണ്ട്. എല്ലാവരിലും, എന്നിലും നിങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി തരിക. അതായത് നമ്മൾ ഈ സ്പിരിച്വൽ ജേർണിയിൽ നമ്മൾ എന്തിനാണ് വരുന്നത്? നമ്മളൊരു സോളാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനും, നമ്മുടെ ചുറ്റിലുള്ള എല്ലാം, നമ്മുടെ കാർമിക്സ്, സോൾമേറ്റ്സ്, ഈ പറഞ്ഞ പോലെ ട്വിൻ ഉണ്ടാവാം, സാധ്യതയുണ്ട്. ഇത് സോൾ കോൺട്രാക്ട്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഫുൾഫില്ല് ചെയ്ത്, നമ്മുടെ കർമ്മയൊക്കെ ക്ലിയർ ചെയ്ത്, നമ്മുടെ ചുറ്റിലുള്ള സഹജീവികൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുത്ത് അവരെയും അവരുടെ ഹയർ സെൽഫിലോട്ട് ഉയർത്താൻ നമ്മളെക്കൊണ്ട് പറ്റുന്നത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത് തിരിച്ച് പരമാത്മാവിലേക്ക് പോവാന്നുള്ളതാണ് നമ്മുടെ സോളിൻ്റെ ലക്ഷ്യം. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് നമ്മൾ ഈ സ്പിരിച്വൽ ജേർണിയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ പ്യുവർ ആവണം, കുറേ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് മനസ്സിലാക്കണ്ടേ? നമുക്കിതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നൊരു ലെവലിലേക്ക് എത്തണം. ഇതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. സോ ഇതെങ്ങനെ മനസ്സിലാവും? നമുക്ക് ചുറ്റിലുള്ള ആളുകളാണ് ഇത് മനസ്സിലാക്കി തരിക. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ട്വിന്ന് ആയതുകൊണ്ട് നമ്മുടെ ട്വിന്ന് മാത്രമേ നമുക്കിത് മനസ്സിലാക്കി തരുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ വരുന്നത്. അങ്ങനെയല്ല.
നമുക്ക് ഈ യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത് നമുക്ക് ചുറ്റിലുള്ള സഹജീവികളിൽ നിന്നാണ്. സഹജീവികൾ എന്ന് പറയുമ്പോൾ മനുഷ്യരെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷി മൃഗാദികളാവാം, മരങ്ങളാവാം, ചെടികളാവാം, എല്ലാം ഈ കംപ്ലീറ്റ് യൂണിവേഴ്സിൽ നിന്നും നമ്മളെ മിറർ ചെയ്യും. സോ മിറർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള, അതായത് കോൺഷ്യസ്ലി നമുക്ക് അറിയില്ല, നമുക്ക് ഇത്രയും നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സബ് കോൺഷ്യസ്ലി നമുക്ക് ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് മിററിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ്. സോ ഈ ഒരു മിററിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ, നമ്മൾ വളരെ സ്നേഹത്തോടെ നമ്മുടെ പാരൻസിനോടും നമ്മുടെ സിബ്ലിങ്സിനോടും ഈവൻ നമ്മുടെ ഫ്രണ്ട്സിനോടും നല്ല രീതിയിലാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ കൂടി ചിലപ്പോൾ അവർ നമ്മളെ അടുത്ത് കള്ളം പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? കോൺഷ്യസ്ലി നമ്മൾ മനസ്സിലാക്കുക, അയ്യോ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിരിക്കും. പക്ഷേ നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലുള്ള ആളാണെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, അവർ നിങ്ങളെ മിറർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ലോവർ സെൽഫിൽ ഇങ്ങനെയൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്കുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? അത് ഹീൽ ചെയ്യണം. ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദേഷ്യം. ഒട്ടുമിക്ക ആളുകളിലുള്ളതാണ് ദേഷ്യം. സോ ഈ ദേഷ്യം നമ്മൾ പറയും, നമ്മൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവില്ല ദേഷ്യപ്പെടുന്നുള്ളൂ എന്ന് മാത്രം പറയും. പക്ഷേ ഈ ദേഷ്യത്തിനൊരു ലെവലുണ്ട്. അത് ഹയർ ആണ് എങ്കിൽ നമ്മളതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ഭയങ്കര ദേഷ്യക്കാരാണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ നമുക്ക് ചുറ്റിലുള്ള ആളുകൾ നമ്മളടുത്ത് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കും, വളരെ ദേഷ്യത്തിൽ നമ്മുടെ അടുത്ത് പെരുമാറും. നമുക്ക് ചിലപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല. പലരും ഇങ്ങനെ, അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും, ഞാൻ ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ടും ആളുടെ ക്യാരക്ടർ ശരിയാവണില്ല. സത്യത്തിൽ ആരെയാണ് ഹീൽ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങളെയാണ് ഹീൽ ചെയ്യേണ്ടത്. അയാൾ നിങ്ങളുടെ അടുത്ത് ദേഷ്യത്തിൽ പെരുമാറുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായ ദേഷ്യം എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. അത് നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സോള് നിങ്ങൾക്ക് മിറർ ചെയ്ത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതുപോലെ കുട്ടികളുള്ള ആൾക്കാർ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഭയങ്കര പിടിവാശിയായിട്ട് നമുക്ക് ഒരു ശല്യമാവുന്ന തരത്തിൽ ഇവർ ബിഹേവ് ചെയ്യും. മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ ഈ പിടിവാശി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഹീലാവാനുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ പലതും മനസ്സിലാക്കിയെടുക്കാൻ. അതിനാദ്യം എന്ത് ചെയ്യണം? നമ്മൾ സെൽഫ് അനാലിസിസ് ചെയ്യണം. നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ചുറ്റിലുള്ള ആളുകൾ ഏതൊക്കെ ക്യാരക്ടറാണ് നമുക്ക് മുമ്പിൽ കാണിക്കുന്നത്, ഇതെല്ലാം നമ്മളെ മിറർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളെ മിറർ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. സോ ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീലിംഗ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റേക്കിയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് പോസിറ്റീവ് അഫർമേഷൻ കൊടുത്ത് ചക്രാസിൽ നമ്മൾ ഹീലിംഗ് കൊടുത്താൽ മതി. ഇനി അതല്ല, റേക്കിയൊന്നും അറിയില്ല, സാധാരണ നമ്മൾ ബീജമന്ത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് ഹീൽ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ നമ്മുടെ ചക്രാസിൽ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്ത് നമുക്കിത് ഹീൽ ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ മിറർ എക്സസൈസ് ചെയ്യാം. എന്താണ് മിറർ എക്സസൈസ് എന്ന് വെച്ചാൽ, പല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിൽ നിങ്ങൾ എഴുതുക. എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിലുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എഴുതുക, എന്നിട്ടത് കത്തിച്ച് കളയുക. ഇത് വെറുതെ എഴുതി കത്തിച്ച് കളയുന്നത് പോലെ ആയി പോരുത്. പകരം നിങ്ങളുടെ ഇമോഷൻസോട് കൂടിയിട്ട്, അതായത് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ എഴുതിയിട്ടത് ക്ലിയർ ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. അതായത് ഓരോ ദിവസം നമ്മളെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്
ഓരോ ദിവസം ഓരോ ഇമോഷൻസിനെ നമ്മളെടുത്ത് കളയാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം പോകുന്നതായിട്ടും നമ്മുടെ ഉള്ളിലുള്ള വാശി, അതുപോലെ കുറ്റബോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം. ഒരുപാട് മെഡിറ്റേഷനുണ്ട്. ഇതൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതൊക്കെ ക്ലിയർ ചെയ്യാം. ഇനിയുള്ള വേറൊരു വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത്, നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക, ഒരു മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളുടെ അത്രയും നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയ വേറൊരാളില്ല. സോ നമ്മളടുത്ത് തന്നെ സംസാരിച്ചിട്ട് എന്താണ് ആ നെഗറ്റീവ് ക്യാരക്ടർ എന്ന് മനസ്സിലാക്കി അത് എടുത്ത് കളയുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കുക. അതായത് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടത് ക്ലിയർ ചെയ്യാം. അങ്ങനെ ഈ മിറർ എക്സസൈസ് ചെയ്യാം. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ഷാഡോ വർക്ക് എന്നുള്ളത്. ഈ ഷാഡോ വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് മിറർ എക്സസൈസ് തന്നെയാണ്. അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ആരടുത്തും ദേഷ്യപ്പെടില്ല, ഇന്ന് ഞാനൊരു കുറ്റബോധം അത് ഒന്നും ഹോൾഡ് ചെയ്ത് വെക്കില്ല, വാശി കാണിക്കില്ല, അതുപോലെ ആരെയും ക്രിട്ടിസൈസ് ചെയ്യില്ല, ജഡ്ജ് ചെയ്യില്ല, അസൂയ, കുശുമ്പ്, ഈഗോ ഇതൊന്നും എന്നിലുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ ആ ഒരൊറ്റ ദിവസത്തേക്ക് മാത്രം ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസത്തേക്കാകുമ്പോൾ നമുക്കത് ഭയങ്കര ബേർഡനായിട്ട് തോന്നത്തുമില്ല. നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതായിട്ട് നമുക്കത് ഫീൽ ചെയ്യത്തുമില്ല. ഈ ഷാഡോ വർക്ക് നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അത് വളരെ പതിയെ അത് നമ്മളിൽ നിന്ന് ഇല്ലാണ്ടായി പോവും. അതായത് നമ്മൾ എല്ലാ ദിവസവും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ശ്രദ്ധിക്കുന്നത് നമ്മളൊരു പ്രാക്ടീസാക്കിയിട്ട് വരുന്ന സമയത്ത് ഇത് നമുക്കൊരു ശീലമാവും. പിന്നെ നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ വരില്ല. ഇൻ കേസ് വന്നാൽ പോലും നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല. നമുക്കത് വരാൻ സാധ്യതയില്ല. കാരണം നമ്മളെ മിറർ ചെയ്യുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള ബിഹേവിയർ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ കാണിക്കാതിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഹീലാവുകയാണ് എന്നുള്ളത്. ഇനി വേറെ ആരെങ്കിലും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കിത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മളിത് ഹീലാവുകയാണ്, നമ്മളിൽ ഈ സംഭവം ഇല്ല എന്നുള്ളത്. സോ ഇതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതാണ് ഈ മിററിങ് എന്ന് പറയുന്ന സംഭവം. ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.